നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹനുമാൻ ചാലീസയിലത്തെ 31-ാമത്തെ ശ്ലോകമാണ്. ഈ ഒരു ശ്ലോകം മാത്രമേ പറയുന്നുള്ളൂ, കാരണം അതിൽ കുറച്ച് കൂടുതൽ ആ ഒറ്റ ശ്ലോകത്തിന് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ 31-ാമത്തെ ശ്ലോകം എന്താണെന്ന് വെച്ചാൽ, അഷ്ടസിദ്ധി നൗ നിധിക്കേദാത അസുബർദീന് ജാനകി മാത. ഇതാണ് 31-ാമത്തെ ശ്ലോകം. അഷ്ടസിദ്ധി, അഷ്ട എന്ന് വെച്ചാൽ 8, സിദ്ധി എന്ന് വെച്ചാൽ സിദ്ധി, 8 ടൈപ്പ് സിദ്ധികൾ. നൗ നിധി, പിന്നെ നൗ എന്ന് വെച്ചാൽ 9 നിധിയും ഹനുമാൻജിയുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് കൊടുത്തത് ആരാണ്? ഹനുമാൻജിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഈ അഷ്ടസിദ്ധിയും 9 നിധികളും. അസുബറുദ്ദീന് ജാനകി മാത, അസുബറുദ്ദീന് എനിക്ക് തന്നു, കിട്ടി. അത് കിട്ടിയത് എവിടെ നിന്നാണ്? ജാനകി മാത. ആരാണ് ജാനകി? സീതാദേവി. അപ്പോൾ സീതാദേവിയാണ് ഹനുമാൻ സ്വാമിക്ക് 8 സിദ്ധികളും 9 നിധികളും കൊടുത്തത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ 8 സിദ്ധിയും 9 നിധികളും എന്നുള്ളത്. 8 സിദ്ധികളുടെ ആദ്യമാണ് അണിമ. അണിമ എന്ന് വെച്ചാൽ ഏറ്റവും കുഞ്ഞൊരു അണുവിൻ്റെ രൂപത്തിലായി മാറുക. ആർക്കും കാണാൻ പറ്റാത്ത പോലെ അത്രയും കുഞ്ഞിയ രൂപത്തിലായി മാറാൻ പറ്റുന്ന സിദ്ധിയാണ് അണിമ. സെക്കൻഡാണ് മഹിമ. മഹിമ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൈസാവാം. അങ്ങനെ നമുക്ക് നോക്കിയാലും ഇങ്ങനെ എത്ര വലിയ ആകാശം മുട്ടി നിൽക്കുന്ന പോലെ സൈസ്, അതിനാണ് പറയുക മഹിമ. മൂന്നാമത്തെയാണ് ഗരിമ. ഗരിമ എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ഉള്ള ആൾ. കാരണം നമുക്ക് തൊട്ട് ഇളക്കാൻ പറ്റില്ല, അത്രയും വെയിറ്റ് കൂടിയ ആളായി മാറുക, അതാണ് ഗരിമ. പിന്നെ ലഘിമ, നാലാമത്താണ് ലഘിമ. ലഘിമ എന്ന് വെച്ചാൽ വെയ്റ്റ്ലെസ്. നമ്മൾ എന്താ പറയുക, ഈ തൂവൽ പോലെ വെയ്റ്റ്ലെസ്, കാറ്റത്ത് ഇങ്ങനെ പറന്ന് പോകാൻ പറ്റുന്ന പോലെ അത്രയും വെയ്റ്റ്ലെസ് ആയി മാറാനുള്ള സിദ്ധി. നെക്സ്റ്റാണ് പ്രാപ്തി. പ്രാപ്തി എന്ന് വെച്ചാൽ നമുക്ക് എന്തും പ്രാപിക്കാൻ പറ്റുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തും പ്രാപിക്കാൻ പറ്റും. ഇവിടെ എന്ത് നമ്മൾ പറയാലും നമ്മൾ ധർമ്മത്തിൽ നിന്നുകൊണ്ട് വേണത് ആലോചിക്കാനായിട്ട്. എനിക്ക് എന്തും പ്രാപിക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ എന്നും വേണ്ടാത്തത് തോന്നിക്കാൻ പാടില്ല. ധർമ്മത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ലത് എന്താണോ പ്രാപിക്കേണ്ടത്, ധർമ്മത്തിന് വേണ്ടിയുള്ളത് മാത്രം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തും നമുക്ക് നേടാനുള്ള, പ്രാപ്യം ചെയ്യാനുള്ള കഴിവുണ്ടാവും, അതാണ് പ്രാപ്തി. ആറാമത്തെയാണ് പ്രാഗമ്യം. പ്രാഗമ്യം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ എന്തിനും നമുക്ക് എന്താ പറയുക, എന്തിനും നമുക്ക് നമുക്ക് കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരാളുടെ മനസ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അയാളെ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്, അയാളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് അയാൾ വരുന്നതിന് മുമ്പേ നമുക്കറിയാൻ പറ്റും. അതിനാണ് പറയുക പ്രാഗമ്യം. നെക്സ്റ്റാണ് ഈശ്വത്യം. ഈശ്വത്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, പഞ്ചഭൂതങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം, ഇതെല്ലാം ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കഴിവ്. ഇപ്പം മഴ പെയ്യണം, മഴയോട് പറയണം മഴ പെയ്യല്ലേ നിൽക്കുമെന്ന് പറഞ്ഞാൽ മഴ അവിടെ നിൽക്കും. കാറ്റിനോട് പറഞ്ഞ് കാറ്റിപ്പോൾ വീശല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിൽക്കും. അപ്പോൾ അത്രയും ധർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ അത് ധർമ്മത്തിന് വേണ്ടി നമ്മൾ കാറ്റിനോട്, വായുവിനോട് പറഞ്ഞ വായു അവിടെ നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിർത്താനുള്ള പവർ തന്നെയാണ് പറയുന്നത് ഈശ്വത്യ. അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ ഈശ്വത്യ. നെക്സ്റ്റാണ് വശിത്യ. വശിത്യ എന്ന് വെച്ചാൽ വശീകരണം ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരെ നമ്മുടെ ഹിപ്നോട്ടൈസ് ചെയ്യാനൊക്കെ പറയുക, അങ്ങനത്തെ കാര്യം. പക്ഷേ ഇതെല്ലാം എന്ത് ചെയ്യാലും ഇതൊക്കെ ധർമ്മത്തിന് വേണ്ടിയായിരിക്കണം. അല്ലാണ്ട് ആൾക്കാരെ പറ്റിക്കാനോ അധർമ്മം ചെയ്യാനോ ആൾക്കാരെ കൊല്ലാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം അതിനല്ല. എല്ലാം ഈ അഷ്ടസിദ്ധികളെല്ലാം ധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനത്തെ 8 സിദ്ധികളാണ് ഇവിടെ ഹനുമാൻ സ്വാമിക്ക് സീതാദേവി കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് 9 നിധി. ഈ 9 നിധിനെ പറ്റി 2 കൂട്ടർ 2 ടൈപ്പാണ് പറയുന്നത്. അപ്പോൾ ഇത് 2 കൂട്ടർ പറയുന്നത് ഞാനിവിടെ പറയുന്നുണ്ട്. 9 നിധികളിൽ ഒന്നാണ് മഹാപത്മം. മഹാപത്മം എന്ന് വെച്ചാൽ ഒരു താമരയാണ്, നിറച്ച് ജ്വൽസും ഡയമണ്ട്സ് എല്ലാം പതിച്ച പോലത്തെ ഒരു നാച്ചുറൽ എന്താ പറയുക താമരയാണ്. അത് ഹിമാലയത്തിൽ ഭയങ്കര ഒരു ജലാശയമുണ്ട്, അതിലാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്.
അങ്ങനത്തെ ആ പദ്മം ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങനത്തത് കിട്ടുന്നത് അല്ലെങ്കിൽ കാണുന്നത് ആൾക്കാരുടെ വംശം ഒരിക്കലും നശിക്കില്ല. ആ വംശം എന്നും നിലനിന്നേ പോകും. അതാണ് മഹാപദ്മത്തിനെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെയാണ് പദ്മ. ആദ്യത്തെ മഹാപദ്മ, നെക്സ്റ്റ് പദ്മ. പദ്മയിൽ എന്താ വെച്ചാൽ ഒരു വീട്ടിൽ ഇപ്പം എല്ലാവരും ഒരു പണ്ടത്തെ പോലത്തെ കൂട്ടുകുടുംബത്തിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാതെ നല്ല സ്മൂത്തായി പോവുക. അങ്ങനത്തെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവിടെ പദ്മം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു പദ്മ വെച്ചാൽ താമര തന്നെയാണ്. ഈ ഹിമാലയ പർവ്വതങ്ങളിൽ ഉണ്ടാകുന്ന താമരനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ട അവിടെ ആ പദ്മത്തിൻ്റെ ആശീർവാദം ഉണ്ടെന്ന് പറയും. അതാണ് പദ്മ. നെക്സ്റ്റ് ശംഖ്. ശംഖ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ ശംഖൂതിയിട്ടാണ് യുദ്ധങ്ങൾ തുടങ്ങാറ്. ശംഖൂതിയിട്ട് യുദ്ധങ്ങൾ നിർത്താൻ സമയത്തിനെ അവിടെ പറയാണ്. അതാണ് ശംഖ്. ശംഖിനെ പ്രതീകമാക്കിയിരിക്കുന്നത് സമയം. കാരണം നമ്മുടെ നല്ല സമയമാണ് എന്നുവെച്ചാൽ ശംഖ് ഉള്ള വീട്ടിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ പണ്ട് വലമ്പരി ശംഖ്, ഇടമ്പരി ശംഖ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായില്ല. പക്ഷേ ശംഖ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നല്ല സമയം ഉള്ള ആൾക്കാർക്ക് ഉള്ളതാണ്. അതാണ് ശംഖിനോടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റാണ് മക്കർ. മക്കർ എന്ന് വെച്ചാൽ ക്രൊക്കോഡൈൽ അല്ലെങ്കിൽ മതില. അപ്പോൾ ക്രൊക്കോഡൈൽ എന്ന് വെച്ചാൽ ഇവിടെ ഗംഗാദേവിയുടെ വാഹനമാണ് ക്രൊക്കോഡൈൽ എന്നാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ വരുണൻ എന്ന സമുദ്രത്തിൻ്റെ ഭഗവാനായ വരുണൻ്റെ കൂടിയുള്ളതാണ് മക്കർ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ബുദ്ധീനെയാണ് പറയുന്നത്. നല്ല ബുദ്ധിയുള്ള ആൾക്കാർ മക്കറിൻ്റെ ആശീർവാദം ഉള്ളതുകൊണ്ടാണ് അവർക്ക് അത്രയും ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മക്കറിന് ഉദ്ദേശിച്ചത്. അഞ്ചാമത്തെയാണ് കച്ചപ്പ്. കച്ചപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ആമ, ടോർട്ടോയ്സ്. അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നല്ല വീട്, വലിയ വീട്, അല്ലെങ്കിൽ നല്ല സൗകര്യമുള്ള വീട്, നല്ല ഏരിയയുള്ള വീട്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത വീട്, അങ്ങനത്തെ നല്ല കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കച്ചപ്പിൻ്റെ ആമേര ആശീർവാദം ഉണ്ടെന്ന് പറയും. അതാണ് അഞ്ചാമത്തെ നിധി. ആറാമത്തെ നിധി മുക്കുന്ത്. മുക്കുന്ത് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ചത് അതൊരു ടൈപ്പ് എന്താ പറയുക, ഒരു ധാന്യമാണ്. പിന്നെ സിൽവർ ധാന്യം എന്ന് പറയുന്നത് വെള്ളി കൊണ്ടുള്ള മണികൾ പോലത്തെ അത്. അപ്പോൾ അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർക്ക് ഭക്ഷണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല. എന്നും അവരുടെ വീട്ടിൽ എന്താ പറയുക, നമ്മുടെ പത്താഴം എന്നും നിറഞ്ഞിരിക്കാമെന്ന് പറയുമല്ലോ, അപ്പോൾ അതിനാണ് അവിടെ കമ്പയർ ചെയ്യുന്നത് മുക്കുന്ത്. നെക്സ്റ്റാണ് കുന്ത്. കുന്ത് എന്ന് വെച്ചാൽ നമ്മുടെ മുല്ലപ്പൂ, കുന്ത്, ജാസ്മിൻ. അപ്പോൾ അതെന്ന് വെച്ചാൽ ബ്യൂട്ടി, നല്ല ബ്യൂട്ടി ഉള്ളത്, എന്തും കണ്ടാലും നമുക്ക് ഒന്നും കൂടി കാണണമെന്ന് തോന്നുക, അങ്ങനത്തെ ബ്യൂട്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുന്തെന്നുള്ള നിധിയുള്ള അങ്ങനത്തെ അവർക്ക് അങ്ങനെ ആ നിധി അങ്ങനെ എന്താണ്, ഇത് നാച്ചുറലായിട്ട് ഇങ്ങനെ കയ്യിൽ കാണാൻ പറ്റുന്ന നിധിയല്ല. ഇങ്ങനത്തെ എല്ലാം ഉള്ളവരാണ് അങ്ങനെ സുന്ദരന്മാരായിട്ടിരിക്കുക, അല്ലെങ്കിൽ സുന്ദരികളായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഭംഗിയുള്ള എന്ത് സാധനത്തിലും കുന്ത് ഉണ്ടെന്ന് പറയും. നെക്സ്റ്റാണ് നീൽ. നീൽ ഇപ്പം നമുക്കറിയാമല്ലോ, നീല കളറിലുള്ള ഒരു കല്ലാണ് നീൽ. അത് ചിലത് കിട്ടാൽ ഇത് അവർക്ക് നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ ഈ നീല് ഉള്ളതിന് അതിനെ നമ്മൾ തുലന ചെയ്തിരിക്കുന്നത് നല്ല വെൽത്ത്, അല്ലെങ്കിൽ കാശ്. ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് കാശ് കുറയില്ല, എപ്പോഴും അവരുടെ കയ്യിൽ ധനം ഉണ്ടായിരിക്കും. കാശ് ഉദ്ദേശിച്ചത് ധനം. അതാണ് നീൽ എന്നുള്ളത്. നെക്സ്റ്റാണ് കറുവ്. കറുവ് എന്ന് വെച്ചാൽ ഒരു മൺപാത്രമാണത്, ചെറിയൊരു മൺപാത്രമാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഹെൽത്ത് എപ്പോഴും നന്നായിരിക്കും, അവർക്ക് ആവശ്യമില്ലാതെ പറഞ്ഞാൽ മാറാത്ത അസുഖങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവരുടെ ജീവിതം നല്ല സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ അപ്പോൾ ഈ കറുവ്, അതിനെ കറുവെന്നാണ് പറയുന്നത്. കറുവ് അവർക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ടൈപ്പിലുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ അസുഖങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതാണ് കറുവെന്നോട് ഉദ്ദേശിച്ചത്. അപ്പം ഇതാണ് 9 നിധികൾ ഉള്ളത്. വേറൊരാൾ ഈ 9 നിധിനെ പറ്റി വേറെ രീതിയിലാണ് പറയുന്നത്. അതെങ്ങനെ പറയുന്നത് വെച്ചാൽ, ഒന്നാണ് പെറുക്കായ പ്രവേശം. പെറുക്കായ പ്രവേശം എന്ന് വെച്ചാൽ വേറെ ആളുടെ ശരീരത്തിൽ കയറിയിട്ട് അവരെ ത്രൂ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതാണ് പെറുക്കായ പ്രവേശം. രണ്ടാമത്തെ പറയുന്നത് ഹാദിവിദ്യ. ഹാദിവിദ്യ എന്ന് വെച്ചാൽ ആ വിദ്യാരണ്യം നമുക്ക് വിശപ്പുണ്ടാവില്ല, നമുക്ക് ദാഹം ഉണ്ടാവില്ല, അങ്ങനത്തെ വിദ്യയാണ് ഹാദിവിദ്യ. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ പറഞ്ഞത് ഖാദിവിദ്യ. ഖാദിവിദ്യ എന്ന് വെച്ചാൽ നമുക്ക് ക്ലൈമറ്റിൻ്റെ ഒരു എഫക്റ്റും നമുക്ക് ഉണ്ടാവില്ല, നമുക്ക് തണവ് അറിയില്ല, ചൂടറിയില്ല, മഴ പ്രശ്നം ഉണ്ടാവില്ല, അതാണ് ഖാദിവിദ്യ. നാലാമത്തെയാണ് വായുഗമൻ സിദ്ധി. വായുഗമൻ സിദ്ധി എന്ന് വെച്ചാൽ വായു എന്ന് വെച്ചാൽ എയറിൽ കൂടെ പോകാനുള്ള സിദ്ധി ഉണ്ടാവുക,
അതാണ് വേറൊന്ന് പറഞ്ഞത്. പിന്നെ അഞ്ചാമത്തെയാണ് മദ്ലസ സിദ്ധി. മദ്ലസ സിദ്ധി എന്ന് വെച്ചാൽ ബോഡിയുടെ സൈസ് ചേഞ്ച് ആക്കാൻ പറ്റുക, അങ്ങനെ പറഞ്ഞത്. പിന്നെ കനകധാര സിദ്ധി. കനകധാര സിദ്ധി എന്ന് വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്ക് ആവശ്യമുള്ള എപ്പോൾ നമുക്ക് ആലോചിച്ചാലും നമുക്ക് അതനുസരിച്ച് നമുക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സിദ്ധി, അതാണ് കനകധാര സിദ്ധി. പിന്നെ പറഞ്ഞത് പ്രാക്യ സാധന. പ്രാക്യ സാധന എന്ന് വെച്ചാൽ ഒരു ആത്മാവിനോട് പറയാൻ പറ്റും നീ ഇന്ന അമ്മയുടെ മകനായിട്ട് ജനിക്കും, അങ്ങനെ പറഞ്ഞ് ആജ്ഞാപിക്കാനുള്ള കഴിവുള്ള ആളാണ്, അതാണ് പ്രാക്യ സാധന. പിന്നെ സൂര്യവിജ്ഞാൻ. സൂര്യവിജ്ഞാനം എന്ന് വെച്ചാൽ സൂര്യഭഗവാന്റെ നോളജ് അല്ലെങ്കിൽ ആ ഇത് അതിനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക, അങ്ങനെ സൂര്യവിജ്ഞാൻ. പിന്നെ ഒമ്പതാമത്തെയാണ് മൃത് സഞ്ജീവന വിദ്യ. മൃത് സഞ്ജീവനം എന്ന് വെച്ചാൽ ഒരു മരിച്ച ഒരാളെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടാവുക. അപ്പോൾ ഒരു ആൾ ഇങ്ങനത്തെ 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വേറൊരാൾ നമ്മുടെ ഈ താമരക അല്ലെങ്കിൽ പദ്മം, ശംഖ് അങ്ങനത്തെ 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹനുമാൻ സ്വാമിക്കുള്ള 8 സിദ്ധികളും 9 നിധികളും ആയിട്ട് സീതാദേവി കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ 9 നിധികൾ 2 കൂട്ടർ പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് യോജിക്കുന്ന അനുസരിച്ച് നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അഷ്ടസിദ്ധിനൗനിധികേദാത അസുബറുദ്ദീന് ജാനകി മാത. അപ്പോൾ ഈ ഒരു ഒറ്റ ശ്ലോകം മാത്രമേ പറയാനുള്ള, ബാക്കിയുള്ളത് അടുത്തുള്ള പറയാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.